നമസ്കാരം, ദിസ് ഈസ് ഷിഫാന ഷുക്കൂർ. അപ്പം ഞാൻ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതേ ഉള്ളൂ. അപ്പം എത്തിയ പാടെ തന്നെ എനിക്ക് നമ്മൾ ഉച്ചയ്ക്ക് അൺബോക്സ് ചെയ്ത് ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോണതിന് മുമ്പേ ചാർജിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത്. കാരണം എനിക്ക് അന്നേരം ഇതിനകത്ത് മിന്നാറ് പണിഞ്ഞ് പഠിക്കാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം അത്രയും വീക്കായിട്ടാണ് പോയത്. വേറെ ഒന്നുമല്ല, കുറച്ച് നാളായിട്ട് ബോഡി ഭയങ്കര വീക്കാണ്, വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി പോയിട്ട് ഈ ട്രിപ്പിട്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കാര്യമൊക്കെ എടുക്കാമെന്ന്. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അറിയുന്നത് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. WBC, പ്ലേറ്റ്ലെറ്റ്സ്, ESR അങ്ങനെ വേണ്ടുന്നുള്ള എല്ലാ സാധനങ്ങളുടെയും അളവ് ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇമ്മ്യൂണിറ്റി കുറവാണ്, ഇൻഫെക്ഷൻ ബ്ലഡിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ഹെൽത്തിൻ്റെ എപ്പോഴും വരുന്നൊരു ഇഷ്യൂ. നമ്മളത് ഓവർകം ചെയ്തെടുക്കും. പിന്നെ കുറച്ച് അഹങ്കാരവും കൂടി കൂടുതലായത് കൊണ്ടിട്ട് അഹങ്കാരവും കൂടി കുറച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് എന്നെപ്പറ്റി നല്ല ധാരണ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല വിയർത്തൊട്ടിയിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ് ഫാനൊന്നും ഇടണ്ട, ഒരു 3-4 ദിവസത്തേക്ക് ഫാനൊന്നും ഇടാണ്ട് AC ഒന്നും ഇടാണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ബോഡീനെ വിയർത്ത് കളയാണ്. പിന്നെ ഈന്തപ്പഴവും പോംഗ്രാനൈറ്റും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ മേടിച്ച് തരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നോളൂ, ഞാൻ കഴിച്ചോളാം. ഈ കഴിപ്പിനൊന്നും എനിക്ക് യാതൊരു കുറവുമില്ല. അപ്പം നമ്മൾ ബാക്ക് ടു നമ്മളുടെ ബോട്ടിനെ പറ്റി പറയാം. അപ്പോൾ ഈ ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല, അപ്പം യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പം ഓൾറെഡി ഇത് ഓണാക്കിയിട്ടുണ്ട്, ബ്ലൂടൂത്ത് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പാട്ടൊക്കെ ഒരെണ്ണം ഇട്ട് നോക്കാം. അപ്പം ഓഡിയോ ഒക്കെ എങ്ങനെയാണെന്നൊന്നും അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഏത് പൊളിക്കാം ഒന്ന് നോക്കാം കേട്ടോ. എനിക്ക് സോങ്സൊക്കെ ഇട്ട് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. കാരണം സോങ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം കോപ്പിറൈറ്റ് അടിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു മ്യൂസിക് ആഡ് ഓൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതും കോപ്പിറൈറ്റ് വരുമോ എന്നറിയില്ല, വന്നാലും സാരമില്ല. ഇനി ഞാൻ എന്താണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓവറോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ സൗണ്ട് ക്വാളിറ്റി വൈസ് ഞാൻ ഹാപ്പിയാണ്. 999 റുപ്പീസിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് കുക്കു FM-ലൊക്കെ ഞാൻ ചിലപ്പോൾ സ്റ്റോറീസൊക്കെ കേട്ടായിരിക്കും ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് ആ സ്റ്റോറീസൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് മോട്ടിവേഷണൽ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൊറർ ത്രില്ലർ സ്റ്റോറീസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങാറ്. അപ്പം എയർപോഡ് എടുത്ത് ഉറങ്ങുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ചെവി വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചത്. സംഭവം പൊളിയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചതിനേയും കാട്ടി അടിപൊളിയാണ് സാധനം, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നാളെ തൊട്ടിട്ട് ഇനി 1 വീക്ക് രാവിലെയും വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണം ഗൈസ്. ഇഞ്ചക്ഷൻ എൻ്റെ പേടി സ്വപ്നമാണ്. പക്ഷേ എന്നാലും എടുത്തല്ലേ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്ക് വീണ്ടും ബാക്ക് ടു അവർ അടിപൊളി ലൈഫിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ചത്തിട്ടില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ഫോർ നൗ.